നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഇറങ്ങിയ ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ സംവിധായകൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ വരവറിയിച്ച ചിത്രം. വളരെ മികച്ചൊരു അഭിനയം മമ്മൂക്കയും അതേപോലെ വിനായകനും കാഴ്ചവെച്ച ഈ ഒരു ചിത്രം. പിന്നെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എന്തുകൊണ്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള ഈ ഒരു കഥാപാത്രം എടുത്തു എന്നുള്ളത് ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വിനായകൻ, ആ പോലീസ് ഓഫീസറായിട്ട് വന്ന കഥാപാത്രം, അത് ചില ആളുകൾ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ നല്ല സിനിമയെ നിങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ പറ്റില്ല. കിഴിപിടിക്കുന്നവരായാലും മറ്റുള്ള ആളുകളായാലും ആദ്യം തന്നെ നിങ്ങൾ ഒരു സിനിമ നിർമ്മിക്കുക, അല്ലെങ്കിൽ സിനിമയുടെ ഒരു സെറ്റിലെങ്കിലും പോയി നിങ്ങളെ ഒന്ന് കാണുക. ഒരു ദിവസം മുഴുവൻ നിന്ന് കാണുക. ഒരു സിനിമ പിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. പ്രേക്ഷകരുണ്ടല്ലോ, ഇവിടെ കാണുന്ന ആളുകളുണ്ട്. അതിന് നിങ്ങളുടെ ഈ ഒരു ചോദ്യങ്ങൾക്കോ നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് പ്രേക്ഷകർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 100 കോടിയും കഴിഞ്ഞത് 200 കോടിയിലേക്ക് എത്തും എന്നുള്ളത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് വിനായകന്, നിങ്ങളും മറ്റുള്ള വിമർശകരും പറയുന്നുണ്ട് വിനായകൻ്റെ ഒരു പോലീസ് ഓഫീസർ കഥാപാത്രത്തെ വളരെ ഡൗൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ, അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഒരു ആക്ടറെ ഡയറക്ടറും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആ രീതിയിൽ വികസിപ്പിക്കുള്ളൂ. അല്ലാതെ ഒരാളെപ്പോഴും ആ ഒരു ഹൈ തന്നെ പോകണോ? ഈ ഒരു കഥാപാത്രത്തിന് ആ ഒരു രീതിയിൽ പോയിട്ടാണ് പിന്നീട് ആ ഒരു കഥാപാത്രം കത്തിക്കയറുന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് കൈയടിക്കാൻ തോന്നുന്നതും നമ്മൾ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്. അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ കാര്യം. നിങ്ങളത് 2 പേരോ 3 പേരോ കണ്ടില്ലെന്ന് വെച്ചിട്ട് ഈ സിനിമ നശിക്കാനൊന്നും പോണില്ല. ഈ സിനിമ വിജയിക്കുക തന്നെ ചെയ്യും. മലയാള സിനിമയുടെ ചരിത്രത്തിലെ നായികക്കല്ലിൽ ഒന്നായി മാറും മമ്മൂക്കയുടെ ഈ ഒരു കഥാപാത്രം. അടുത്ത പ്രാവശ്യത്തെ 2025 അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ ചിത്രത്തിന് എത്ര അവാർഡ് കിട്ടും എന്നുള്ളത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ സിനിമക്ക് ഏതൊക്കെ രീതിയിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയുടെ വിജയം. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രം. മമ്മൂക്കയുടെ ഓരോ സിനിമയും, മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഓരോ സിനിമയും വ്യത്യസ്തമായിട്ട് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കണ്ടവര് വീണ്ടും കാണുന്ന ഈ ഒരു അവസരത്തിൽ കാണാത്തവർ ഇങ്ങനത്തെ നെഗറ്റീവ് പറയുന്നവരെ ഇത് നോക്കിയിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾ പോയി കാണണം ഈ ഒരു സിനിമ. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരും മമ്മൂട്ടിയെ എന്ന് പറയുന്ന നടൻ്റെ ഭാവങ്ങളൊക്കെ നിങ്ങൾ ട്രെയിലറിലോ ടീസറിലോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ ആസ്വദിക്കും എന്നുള്ള കാര്യത്തിനൊട്ടും ഡൗട്ടില്ല. തീർച്ചയായിട്ടും മമ്മൂക്ക ഈ 74ാം വയസ്സിൽ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്? മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല, മമ്മൂട്ടിക്ക് ജീവിക്കാനേ അറിയും. എന്താണ് അഭിനയം! ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോ. ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ സംവിധായകൻ മലയാള സിനിമയിൽ വരവറിയിച്ച ഈ ഒരു ചിത്രം ഒന്നും കാണാതെ മമ്മൂട്ടി കമ്പനി മമ്മൂക്കയും കൈ കൊടുക്കില്ല എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും മക്കളെ. ഇത് 100 കഴിഞ്ഞ് 200 കഴിഞ്ഞ് അങ്ങനെ കുതിക്കുകയാണ്. എക്സ്ട്രാ ഷോസിൻ്റെ ഒരു മേളം തന്നെയാണ്. ലൈറ്റ് നൈറ്റ് ഷോസ്, മോർണിംഗ് ഷോസ്, അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് ഷോ ഇതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ഒരു ചിത്രം ഇവിടെ കേരളത്തിലും അതേപോലെ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ മികച്ചൊരു പ്രതികരണമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നെഗറ്റീവ് അടിക്കല്ലേ. അത് ഈ മമ്മൂട്ടി ചിത്രത്തിന് മാത്രമല്ല, ലാലേട്ടൻ്റെ ചിത്രത്തിനായാലും പൃഥ്വിരാജിൻ്റെ ചിത്രത്തിനായാലും ദുൽഖറിൻ്റെ ചിത്രത്തിനായാലും മറ്റുള്ള ഫഹദ് ഫാസിലിൻ്റെ ആയാലും അങ്ങനെ നിവിൻ പോളിൻ്റെ ആയാലും അങ്ങനെ ഒരുപാട് നടീനടന്മാർ ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവരെയൊക്കെ ചിത്രത്തിന് ഇങ്ങനെ നെഗറ്റീവ് എന്ന് പറയുന്നത് നല്ല ചിത്രമെന്ന് പറഞ്ഞിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് പോകും. ആളുകൾ പോകില്ല, കണ്ട അവർക്ക്
അത് അവർ കാണാൻ പോവില്ല. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഈ നല്ല ചിത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ 2 പേര് കണ്ടില്ല അല്ലെങ്കിൽ 3-4 പേര് കണ്ടില്ല എന്ന് വെച്ചിട്ട് ഈ പടം തകരാനൊന്നും പോണില്ല മക്കളെ. ഇത് മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കും കളങ്കാവലി. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, ഞാൻ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയും, ഫസ്റ്റ് ഷോ കാണുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. ആ രീതിയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ചിത്രം ഒരിക്കലും ഒരു നിരാശ ഉണ്ടാക്കില്ല, തീർച്ച. അപ്പോൾ കളങ്കാവലി കാണുക. നന്ദി, നമസ്കാരം.